കഥയിലെ കോൺഫ്ലിക്റ്റും ഡ്രാമയും ഒരു ട്രാക്കിലൂടെ പോകുമ്പോൾ അതിന് പാരലായിട്ട് കേന്ദ്ര കഥാപാത്രത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുകൾ നമ്മളെ കാണിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് സംവിധായകൻ കാനു ബെല്ലിൻ്റെ സിനിമകളിൽ പൊതുവെ കാണാൻ സാധിക്കുക. ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്തിനാണ് ഇങ്ങനെ പോകുന്നത് എന്നൊരു തോന്നൽ നമ്മൾ അത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ അവസാനിക്കുമ്പോൾ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള ഇത്രയും ഡീറ്റെയിലുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഡെസ്പാച്ചിൽ ഇതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ആണ് ഈ കഥയുടെ കോറെങ്കിലും അതിന് പിറകെ പോയ ജേർണലിസ്റ്റിൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ അടുത്ത് കാണാനാണ് കാനു ബെല്ല് ശ്രമിക്കുന്നത്. ത്രില്ലർ, ക്യാരക്ടർ ഡ്രാമ, ഈ രണ്ട് ട്രാക്കുകൾ തമ്മിലൊരു ബാലൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ സിനിമയുടെ പോരായ്മയും ആ ബാലൻസ് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ്. ഡെസ്പാച്ച് എന്ന പത്രത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ജോയ് ബാഗ് എന്ന ജേർണലിസ്റ്റാണ് നമ്മുടെ കഥയിലെ കേന്ദ്ര കഥാപാത്രം. 2012 കാലഘട്ടത്തിൽ നടക്കുന്ന സിനിമയിൽ അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഗ്യാങ് ലീഡറിന്റെ ഷൂട്ടൌട്ട് മർഡർ ജോയിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. അതിനെക്കുറിച്ച് സാമാന്യം മസാലയുള്ളൊരു സ്റ്റോറി ചെയ്യാമെന്ന് ജോയ് ഉറപ്പിക്കുന്നു. എന്നാൽ അതിന്റെ പുറകെ ചെന്നപ്പോഴാണ് ഇത് ഈ അടുത്തായിട്ട് തുടങ്ങിയ 2020 പ്രീമിയർ ലീഗ് IPL ആണ് ഉദ്ദേശിച്ചത്, 2G സ്പെക്ട്രം സ്കാം, ഇതുമൊക്കെയായിട്ട് ബന്ധമുള്ള ഒരു വലിയ സംഭവമാണെന്ന് ജോയ്ക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ പുറകെയുള്ളവരെ കണ്ടെത്താനുള്ള ജോയിയുടെ ശ്രമങ്ങളും അതിൽ അയാൾ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങളുമാണ് ഡെസ്പാച്ചിൽ നമ്മൾ കാണുന്നത്. ഹോളിവുഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം സിനിമയായിട്ടുള്ള സെർച്ച് ലൈറ്റിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെയുള്ള ഒരു സ്ലോ പേസ്ഡ് ത്രില്ലർ അപ്രോച്ച് ഡെസ്പാച്ച് എന്ന സിനിമയുടെ ചില ഭാഗങ്ങൾക്കുണ്ട്. പക്ഷേ അത്തരം വാർപ്പ് മാതൃകകൾ വല്ലാതെ ഫോളോ ചെയ്യാൻ കാനു ബെല്ലിന് വലിയ താല്പര്യമില്ല. എനിക്ക് സിനിമയിൽ ഒരു കല്ലുകടിയായി തോന്നിയ പ്രധാന സംഭവം ഇത്രയും വലിയ സ്കെയിലിലുള്ള ഒരു അഴിമതി കണ്ടുപിടിക്കാൻ ജോയ് ബാഗ് എന്ന ജേർണലിസ്റ്റിന് സാധിക്കുന്നതിൻ്റെ ഒരു ഈസിനെസ് ആണ്. ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം കാരണം കഥാപാത്രത്തിനുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തിയിൽ സിനിമ പോർട്രേ ചെയ്യുന്നുണ്ട്. മാനിപ്പുലേഷനും കാര്യം സാധിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകളും ഒക്കെ നടത്തുന്ന ഒരു വൾണറബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ട് തന്നെയാണ് ജോയ് എന്ന കഥാപാത്രത്തെ നമ്മളെ കാണിക്കുന്നത്. ജോയ് ബാഗ് എന്ന കഥാപാത്രമായി വന്നിട്ടുള്ള മനോജ് ബാജ്പേയി തന്നെയാണ് സിനിമയുടെ നെടുന്തൂൺ. സ്വന്തം വിവാഹത്തിൽ സംതൃപ്തനല്ലാതെ ഓഫീസിൽ ഒരു അഫെയർ ഉള്ള, ഇതുകൂടാതെ മൂന്നാമതൊരു സ്ത്രീയുമായും അടുപ്പമുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആൻഡ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള മനുഷ്യനെയാണ് മനോജ് ബാജ്പേയി ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള ആ കഥാപാത്രത്തിനെ വളരെ കൺവിൻസിംഗ് ആയി അദ്ദേഹം അവതരിപ്പിച്ചു. 3 സ്ത്രീ കഥാപാത്രങ്ങളിൽ അർച്ചിത അഗർവാൾ അവതരിപ്പിച്ച പ്രേരണ പ്രകാശ് എന്ന കഥാപാത്രം മാത്രമാണ് കുറച്ചെങ്കിലും പെർഫോമൻസിന് സ്കോപ്പ് ഉള്ളത്. ജോയിയുടെ ഭാര്യയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച ഷഹാന ഗോസ്വാമി വളരെ അണ്ടർ യൂസ്ഡ് ആയിട്ട് തോന്നി. ഇത്രയും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന് വേണ്ടി ഭാര്യയും ഗേൾഫ്രണ്ടും പിറകെ നടക്കുന്നത് പല സ്ഥലത്തും വളരെയധികം അരോചകമായി തോന്നുന്നുണ്ട്. പക്ഷേ റെഡ് ഫ്ലാഗ് വരെ മുറുക്കി പിടിച്ചവരെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതുകൊണ്ട് അതിനധികം കുറ്റം പറയാൻ പറ്റില്ല. നൂറി റായ് എന്ന കഥാപാത്രമായി വന്ന ഋതുപർണ സെന്നിന് അത്ര ഡിമാൻഡിംഗ് ആയിട്ടുള്ള റോളല്ല ലഭിച്ചിട്ടുള്ളതെങ്കിലും കൂട്ടത്തിൽ സാമാന്യം ക്ലാരിറ്റി ഉള്ള ഒരു കഥാപാത്രം അവരുടേതായിരുന്നു. സിനിമയുടെ ടൈറ്റിലും പോസ്റ്ററും എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സത്യം പുറത്തു കൊണ്ടുവന്ന ഒരു ത്രില്ലർ എന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. എന്നാൽ ഒരു മിനി മിഷൻ ഇമ്പോസിബിൾ ലെവലിൽ നിൽക്കുന്ന ഒരു സെർവർ റൂം സീൻ ഒഴികെ ബാക്കി ഈ സിനിമയിൽ വരുന്നതെല്ലാം ഒരു ക്യാരക്ടർ ഡ്രാമ സ്വഭാവത്തിലുള്ളതാണ്. ജോയ് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു മനുഷ്യനായി എന്ന് സിനിമയിൽ എവിടെയും കാര്യമായി പ്രതിപാദിക്കുന്നില്ല. ആദ്യം നമ്മൾ കരുതും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നമാണ് ഇതിനെല്ലാം കാരണമെന്ന്. പക്ഷെ പിന്നീട് അയാൾ തന്നെ അയാളുടെ ഭാര്യയോടും ഗേൾഫ്രണ്ടിനോടും പെരുമാറുന്ന രീതി കാണുമ്പോൾ അയാളുടെ ഉള്ളിൽ ഒരു അവസരവാദി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങൾ ആരാണെന്ന് പറയുന്നില്ലെങ്കിലും അവർ ആരൊക്കെയാണെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട. എന്നിട്ടും ഈ സിനിമ നിർമ്മിക്കപ്പെടുകയും റിലീസ് ചെയ്യപ്പെടുകയും ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ കേസിന് ഒരു വ്യക്തമായ എൻഡിങ് ഈ സിനിമയിൽ ഉണ്ടാവില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ത്രില്ലർ സ്റ്റോറിയുടെ ഭാഗങ്ങൾ ഓടിച്ചു വിടുന്നത് പോലെ പല കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പടം മുന്നോട്ട് പോവുകയാണ്. ഇൻഡയറക്റ്റായിട്ട് പ്രേക്ഷകനോട് റിസർച്ച് നടത്തി അവരുദ്ദേശിച്ച റിയൽ ലൈഫ് കഥാപാത്രം ആരാണെന്ന് കണ്ടുപിടിക്കാൻ സംവിധായകൻ പറയുന്ന പോലെ തോന്നി. സിദ്ധാർത്ഥ് ദിവാൻ മുംബൈ നഗരത്തിൻ്റെ റഫായിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബ്ലൂ കളറും വാം കളറും വരുന്ന പാലറ്റും ഒക്കേഷണലി സ്റ്റാറ്റിക് ഫ്രെയിമുകളിലേക്ക് സൂം ചെയ്യുന്ന പരിപാടിയൊക്കെ സിനിമയുടെ മൂഡ് ബിൽഡ് ചെയ്യുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. സിനിമ കഴിയുമ്പോൾ ആ കഥാപാത്രങ്ങളുടെ ലോകത്ത് നമ്മളെ കുറച്ചു നേരം പിടിച്ചിരുത്തുക, അവരെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളൊരു സംഭവം കാനു ബെല്ല് എല്ലാ മൂവിയിലും ശ്രമിക്കുന്ന ഒരു സാധനമാണ്. ഇവിടെയും നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ അത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന കഥാപാത്രത്തിന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരുന്നതൊക്കെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷേ ത്രില്ലർ സ്വഭാവം മാറ്റി നിർത്തി ഇതിനെ പൂർണ്ണമായും ഒരു ക്യാരക്ടർ ഡ്രാമയായിട്ട് അപ്രോച്ച് ചെയ്യണമെന്ന് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിക്കാൻ സിനിമയ്ക്ക് പറ്റാതെ പോവുകയാണ്.